ഹലോ, അയ്യോ ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ പറ മാമി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തോന്നാണ്? ഇന്നെന്റെ മാമീസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങളിതാ രാവിലെ ഞാനും എന്റെ മാമിക്കുട്ടിയും കുളിച്ച് സുന്ദരികളായി ഞങ്ങൾ എവിടെ പോവാണ്? ഹാപ്പി ടൂയ്ക്ക് എവിടെ പോണ്? കോവിലിൽ പോണ്. എവിടെ പോണ്? കോവിലിൽ പോണ്. അപ്പൊ ഞങ്ങൾ എന്താ രാവിലെ നല്ല ലേറ്റായി, മണി 9:45. അപ്പൊ ഞങ്ങള് രാവിലെ ഇതാ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഈ മനുഷ്യൻ കുളിച്ചിട്ടില്ല, കുളിക്കാത്തോണ്ട് കൊണ്ടുപോകണില്ല. കാരണം 2 ദിവസം മുന്നേ ചേട്ടന്റെ ബർത്ത്ഡേയും മാമീരെ നാളും ഒരു ദിവസം ആയതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അമ്പലത്തിൽ പോയി. എനിക്കത് പോകാൻ പറ്റില്ല, എൻ്റെ പല്ല് സുഖമില്ലാതെ ഞാൻ കുറച്ച് ദിവസം നല്ല രീതിയിൽ അനുഭവിച്ച് ഇന്നാണ് എനിക്ക് ഇത്തിരി ഓക്കെ ആയത്. അപ്പം ഞങ്ങളിതാ ഇന്ന് ഞാനും മാമിയും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചാൽ ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കത്തേ ഉള്ളൂ. അപ്പം ബർത്ത്ഡേ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൺ ദ വേ ആണല്ലേ മാമി? അതേ, സർപ്രൈസസ് ഒരുപാടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വരുന്നുണ്ട് ഓൺ ദ വേ. അപ്പോൾ ബാക്കി ബൈ. വണ്ടി വന്ന് കുഴപ്പമില്ല, അന്ന് പിടിച്ചേക്കില്ലേ? ഇവിടെ 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 ഇതുവഴി നട നേരെ പൊയ്ക്കോ. അപ്പോൾ ഹലോ. അപ്പോൾ നമ്മൾ ഇതാ ബാക്കിൽ കാണുന്നതാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഞങ്ങൾ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അവിടെ ഇരുന്ന് അപ്പൂപ്പന്മാർക്കൊക്കെ പൈസ കൊടുത്തല്ലേ മാമി? ഞങ്ങളെല്ലാവർക്കും പൈസയൊക്കെ കൊടുത്തിരുന്നു മാമിയുടെ പിറന്നാളായിട്ട്. അപ്പം ഞങ്ങൾ ഇനി നേതാ ബാക്ക് ടു വീട്ടിലോട്ട് പോവുകയാണ്. വർക്കല വീട്ടില് നമ്മളിപ്പോൾ വർക്കല വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഞങ്ങൾ വിളപ്പിശാലയിൽ പോകുന്നു. കാരണം 2 മണിക്ക് കുക്കൂന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്താഘോഷിക്കും? ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വരുന്നത് ഞങ്ങളിതാ ബീച്ച് സൈഡിലോട്ട് ചേട്ടാ ആ വ്യൂവിൽ ഒന്ന് പോകണം. നമ്മുടെ ഈ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തില് ഇതേത് നടയാണ്? പടിഞ്ഞാറേ നട. ഇത് സ്ട്രെയിറ്റ് പോകണം. സ്ട്രെയിറ്റ് പോകുമ്പോൾ ഭയങ്കര വ്യൂ ആണ്. അധികം ആരും ഈ വഴിയിലോട്ട് വരാറില്ല. കാരണം എല്ലാവരും വർക്കല ബീച്ച് എന്ന് പറയുമ്പോൾ നേരെ ക്ലിഫിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ബീച്ചിലാണ് പോകുന്നത്. ഇത് നമ്മൾ പാപനാശത്തോട്ട് പോകുന്ന റോഡാണ്. ഈ റോഡ് വഴി വരാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു. പാപനാശം വേറെ റോഡിലൂടെയും നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ റോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു ഇറക്കത്തിൽ നിന്ന് നമ്മുടെ ബീച്ച് വ്യൂ എന്ന് പറയണത് സൂപ്പറാണ് അല്ലേ മാമി? സൂപ്പർ. നമ്മളിതാ ഇറങ്ങി. ഇതാണ് മക്കളെ നമ്മൾ കാത്തിരുന്ന ആ ബീച്ച് വ്യൂ. കണ്ടോ, ഭയങ്കര രസമാണ്. കണ്ടോ, ഇതാണ് ആ ബീച്ച് വ്യൂ എന്ന് പറയുന്നത്. എനിക്ക് എപ്പോൾ വന്നാലും ഈ ഒരു വഴി കൂടെ വരാനാണ് എനിക്കിഷ്ടം. ഭയങ്കര രസമാണ്. ഇതാണ്ട ഈ ഒരു ബീച്ച് വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ ഇറങ്ങി വരണം എങ്കിലേ ആ ഒരു ഭംഗി നമുക്ക്, ആ ബ്യൂട്ടി അല്ലേ മമ്മി, ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിതാ ഇതാണ് പാപനാശം. നമ്മൾ ആ റോഡില്ലേ അപ്പുറത്ത് ഈ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ വരുന്നത്. നമ്മൾ മേലെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ അതുവഴി വന്നേ ഉള്ളൂ. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളുമായി ബാക്കി ഞങ്ങൾ വീഡിയോയിലൂടെ വരുന്നതാണ്. അപ്പം അടുത്തടുത്ത് ആയിട്ട് വരാം അല്ലേ മാമി? ഈ കുക്കിനെയൊക്കെ കാണുമ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ഓ ആണല്ലേ? അല്ല, വർക്കല്ല തുത്ത് വരൂല. നമ്മൾ വിളപ്പിശാലയിലോട്ട് പോകും. തുത്തൂര് ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ട് നമ്മൾ വിളപ്പിശാല പോകും. ഓക്കെ. ഞങ്ങളിതാ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. ബർത്ത്ഡേ എന്നാണ് അടുത്ത് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഒന്ന് ജസ്റ്റ് റൂട്ട് വളർത്തി. ചേട്ടാ നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്? വർക്കല ക്ലിഫ്.
ഒരു ശീലമുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നൈറ്റ് ലൈഫാണ് വർക്കല കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പകൽ വന്ന മൊട്ടം വെയിലാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് വർക്കല ക്ലിഫിലോട്ടാണ് അല്ലേ മാമിക്ക് ഇച്ചിരി ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ പോയ അച്ചാമ്മ നല്ല ദോശയും സാമ്പാറും ഒക്കെ വെച്ച് കളിപ്പാട്ടം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ലിഫിലോട്ട് എത്തി ഗൈസ്. ഇതാണ് വർക്കലയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കല ക്ലിഫ്. അതിനെന്തോ പറയണ പാരാഗ്ലൈഡിങ് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വർക്കല പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്. കണ്ടോ, പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് വർക്കലക്കരുടെ വർക്കല ക്ലിഫ്. ഇത് ഉടുപ്പാ? ഇതാരെന്ന്? അപ്പൂപ്പന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ? മാമിക്ക് മാമിയുടെ അപ്പൂപ്പന്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. ഹലോ, എൻ്റെ വാമിക്കുട്ടിക്ക് ഇതാ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ ബിബിൻചേട്ടൻ്റെ വീട്ടിലെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തീരദേശം വഴി. നല്ല സൂപ്പർ ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. കാരണം നല്ല മഴക്കോളുണ്ട്. മിക്കവാറും ട്രിവാൻഡ്രം എത്തുമ്പോൾ നല്ല മഴയായിരിക്കും. മാമി ഇതാരെടുത്തുന്ന ഉടുപ്പ്? അപ്പൂപ്പൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണോ ഇത്? മാമീരെ അച്ചാച്ച എടുത്തു കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാണ്. മാത്രമല്ല അച്ചാച്ചൻ മാമിക്ക് എന്തോ വാങ്ങിച്ചിട്ടു നിന്ന്? ബിരിയാണി. എന്തോ വാങ്ങിച്ചിട്ടു? ബിരിയാണി വാങ്ങിച്ചോട്ടു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ ട്രിവാൻഡ്രം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ തീരദേശം നല്ല ക്ലൈമറ്റോടുകൂടി നമ്മൾ തീരദേശം പോവുകയാണ്. അപ്പം ബാക്കി ആഘോഷമെല്ലാം വീട്ടിൽ ചെന്നിട്ട്. ഹലോ, അപ്പം ഞങ്ങളിതാ ട്രിവാൻഡ്രം ഏകദേശം വിളപ്പിശാല എത്താറായി. അത് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം മാമി വിളപ്പിശാല പോയിട്ട് എന്ത് ചെയ്യും നമ്മൾ? ഹാപ്പി ടു യു ഇന്നില്ലെന്നല്ലേ കുഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞത്? ഷോപ്പ് എന്ത് ചെയ്യും? കുഞ്ഞെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് ഹാപ്പി ടു യു ആഘോഷമൊന്നുമില്ല, മാമി വലിയ കുട്ടിയായി പോയിന്നല്ലേ. അപ്പം നമ്മളിതാ ഏകദേശം എത്തി. കുറച്ച് ഫുഡ് നമ്മൾ വാങ്ങി ബാക്കിൽ ഇതാ വെച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാം അല്ലേ മാമി? അപ്പം നമ്മളിതാ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അവിടെ എന്തൊക്കെയായി എന്ന് ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെയായി എന്ന് ഇനി അവിടെ പോയിട്ടുള്ള ബാക്കി വീഡിയോസ് വരും. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നും വാങ്ങിച്ചില്ല. നിങ്ങൾ ആദ്യം പോവല്ലേ? ഞങ്ങൾ ബാക്കി തന്നാൽ മതിയല്ല. ഞങ്ങളപ്പോൾ വെയിറ്റ് ചെയ്യാം അല്ലേ മമ്മി? ഗൈസ്, അപ്പോൾ നമ്മളിതാ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ചേട്ടനും മനിയത്തിയും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ പോവാണ്. വാമി ചറക്കും എന്ന് പറഞ്ഞതാ എന്നെ കൊണ്ട് വാമി ഇതാ എടുപ്പിച്ചിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് നടക്കണേ. ഓക്കെ പറ. ഓക്കെ, ഇറങ്ങിക്കോ. ഇല്ല ഇല്ല. ഓ ഓ മാമി
ചാർലി ഓടി മക്കൾ ഇതിനകത്ത് ഇതിന്റെ ഫ്രണ്ട് ഇരി വാ. മാമി ഇഷ്ടപ്പെട്ടാ? മാമി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട ഒരു ബലൂണും കൂടെ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. നീ കേറ്, അവിടെ ചാർജ് ചെയ്യിടാം. നീ ഇതിന്റെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചില്ലേ? വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചില്ലേ? പിന്നെ എന്തോന്നാണ് വാങ്ങിച്ചത്? മമ്മി കൊള്ളാവോ? അടിപൊളിയാ. അയ്യോ, ഫോട്ടോയും കൂടെ എടുക്കണം. കാറിന്റെ അല്ല, കാറിന്റെ വണ്ടിയുടെ അവിടെ എന്താണ് എടുക്കുന്നത്? പുള്ളി എവിടെ എടുക്കുന്നത്? അച്ഛനെവിടെ? ഫോട്ടോ എടു, ഫോട്ടോ എടു. അതിന്റെ ലൈറ്റ് കിട്ടുന്നത് ചേട്ടാ വിജയടാ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ക്ലോസ്. എല്ലാരും ഹാപ്പി ബർത്ത്ഡേ. വര വര. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ. ചേട്ടന് വക അല്ല, ചേട്ടന്റെ ബ്രദറും അഞ്ചെന്ന് ഗിഫ്റ്റ്. താങ്ക് യു. ഫോൺ ആയിരിക്കും മിക്കവാറും. അത്രയ്ക്ക് പ്രതീക്ഷിക്കരുതെന്ന്. ഒരു കോമഡി ഇല്ല. ഭയങ്കര കോമഡി അല്ലേ ചിത്ത്? ഇത് മറച്ചു വെക്കാൻ പോണോ? പിന്നെ ഓൾറെഡി വേറെ ഫോണിലെല്ലാം കിട്ടായി. EMI അടയ്ക്കുന്നല്ല. മറ്റേ അന്ന് നമ്മൾ നോക്കിയ ഫോണാണ്. അതാണ് രസം. നോക്കിയത് എവിടെയെങ്കിലും ഒന്നര എടുത്ത് നിന്നാണ്. നീ ആ ഫോണിൽ ക്യാമറ ഒന്ന് കാണിക്കോ ഇതിനകത്തോട്ട് അവന്. ഹലോ, അപ്പോൾ നമുക്ക് കുക്കും ഹരിയും കൂടെ ബിബിൻചേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടി നമ്മളിതാ ഇവിടെ ക്രോയിലാണ് വന്നത്. നമുക്ക് അവിടെ പോയി ബാക്കി വർക്കുകൾ ചെയ്യാം. എന്താ വാമി കുക്കും എല്ലാം റെഡി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരും. ഏത് അതിനല്ല നീ എടുത്തേക്കുന്നത്? ഓ നീ അതാണ് നോക്കിയതല്ലേ. ഹലോ, അപ്പം ഞങ്ങളിതാ ഇവിടെ വെയിറ്റിംഗ് ആണ്. ബിബിൻചേട്ടൻ്റെ ഫോൺ ശരിയാക്കാൻ വേണ്ടി പോയി. കൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം പഴയ ഫോണിൽ നിന്നെല്ലാം ഡേറ്റാസ് പുതിയ ഫോണിലോട്ട് മാറ്റണം. ഇവർ ഗിഫ്റ്റ് കൊടുത്തത് പുതിയ ഒരു ഫോണാണ്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഗൈസ്, മഴ ട്രിവാൻഡ്രത്ത് നല്ല രീതിയിൽ മഴ പെയ്തു. ഞങ്ങൾ കയറിയ ടൈമിൽ നല്ല രീതിയിൽ മഴയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും മഴയാണെന്ന് അറിഞ്ഞത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇനി നെക്സ്റ്റ് അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നു. ഡെസ്റ്റിനേഷൻ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞങ്ങളിതാ ലുലു മോളിലെത്തി. ഇതാ എൻ്റെ പീക്കിരിയും കൊണ്ട് കുക്ക് ഓടി. ബിബിൻചേട്ടൻ കോളിലാണ്. മറ്റന്നാൾ ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ട്. അതിൻ്റെ കുറേ ഡിസ്കഷനായിട്ടൊക്കെ ബിബിൻചേട്ടൻ നടക്കുകയാണ്. ഞങ്ങളിതാ ലുലുട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുത്തു ഇന്നലെ. എന്നാലും ഒന്നും കൂടെ ഒരു ഡ്രസ്സ് വേറെ ഉണ്ടോ എന്ന് ഒരു കളക്ഷൻ നോക്കാനും ബിബിൻചേട്ടൻ ഒരു ഡ്രസ്സ് എടുക്കാനും കൂടെ ഞങ്ങളിങ്ങനെ വന്ന സ്റ്റുഡിയോയിൽ ഇനി കയറണം. അപ്പോൾ ട്രിവാൻഡ്രം ലുലുവിലാണ്. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേ ഇന്ന് ഫ്രൈഡേ ആയിട്ട് ഇത്ര തിരക്കുണ്ടാവോ എന്നുള്ളതാണ്. ഇതാ നോക്കാം. നമ്മുടെ ലുലുവിലെ പുതിയ മരമാണ് ഗൈസ്.
മാമി അന്തം വിട്ട് കുന്ന വീണ് നോക്കുന്ന കണ്ടോ നിങ്ങൾ? ഗൈസ്, ബിബിൻ ചേട്ടന് ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ ചേട്ടൻ 2 ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അല്ലേ മാമി? ഹലോ, ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ടൊമാറ്റോസിൽ വന്നു. അപ്പോൾ ഞാനും ബിബിൻ ചേട്ടനും ഒരു സാധനമേ ഓർഡർ ചെയ്തോളൂ. ഒരു 3 സാധനം ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടൊമാറ്റോസിൽ ഇവിടെ ഇരിക്കുന്നു. അതെ, ഒരു ചോക്ലേറ്റ് ഷേക്കും കൂടെ വേണേ. ഗൈസ്, ഫൈനലി നമ്മുടെ ഫുഡ് ഫൈനലി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ട് കുക്കു ഫുഡ്? ബിഞ്ചുടെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ സർപ്രൈസും ട്രീറ്റും എല്ലാം ഇതാ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.